നമുക്ക് ഈ ചാപ്റ്ററിലെ എക്സസൈസ് സെക്ഷൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് ഉച്ചാരണം കുരുത. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ വേർഡ് എന്താ? അഹം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. ആവാം, നമ്മൾ രണ്ടും. വയം, നമ്മൾ എല്ലാം. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വേർഡ്സ് എങ്ങനെ വരും, അതിന്റെ ക്രിയാപദം വരുമ്പോ എങ്ങനെ വരും, എൻഡിങ് എന്നൊക്കെ. അപ്പൊ ജസ്റ്റ് ഈ ബോക്സിൽ തന്നേക്കാണ് വേർഡ്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. ആവാം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും. വയം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും. മാം എന്ന് പറഞ്ഞാൽ എന്റേത് എന്നാണ് മെയിൻ ആയിട്ട് വരുന്നത്. മാം എന്ന് പറഞ്ഞാൽ എന്റേത്. ആവാം അതിന്റെ ദ്വിവചനാണ്. അസ്മൻ അതിന്റെ ബഹുവചൻ. അഹം, ആവാം, വയം, മാം, ആവാം, അസ്മാൻ. അടുത്തത് മൂന്നാമത്തെ ലൈനില് മാമ. മാമ എന്ന് പറഞ്ഞാൽ എന്റെ എന്നാണ്. മാമ, ആവയോഹോ, അസ്മാകം. അപ്പോ ഈ 3 ക്ലാസിഫിക്കേഷൻ ആണ്. അഹമിന് തന്നെ ഏകവചൻ, ദ്വിവചൻ, ബഹുവചൻ. അതിന് 3 വേർഡ്സ് ആയിട്ട്, അതായത് 3 മീനിങ്സ് ആയിട്ട്. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. മാം എന്ന് പറഞ്ഞാൽ എന്റേത്. മമ എന്ന് പറഞ്ഞാൽ എന്റെ. അങ്ങനത്തെ കുറെ വേർഡ്സ് ഇല്ലേ, അത് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഏകവചനായിട്ടും ദ്വിവചനായിട്ടും ബഹുവചനായിട്ടും തന്നേക്കണേ. അതിന് ആദ്യത്തെ മെയിൻ മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. ആവാം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും. വയം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ രാജ്യം എന്നൊക്കെ പറയില്ലേ, അസ്മാകം ദേശഹ എന്നൊക്കെ പറയില്ലേ. അസ്മാകം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും. അടുത്തത് ത്വം. ത്വം എന്ന് പറഞ്ഞാൽ നീ. യു. യുവാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടും. യൂയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാരും. അതിന്റെ തന്നെ വേറെയാണ് ത്വാം. നിന്റേത് എന്ന് പറയില്ലേ, ത്വാം. അതുപോലെ ദ്വിവചൻ വരുമ്പോ യുവാം. യുഷ്മാൻ. ബഹുവചൻ വരുമ്പോ യുഷ്മാൻ. മൂന്നാമത്തെ തവ. തവ എന്ന് പറഞ്ഞാൽ നിന്റെ. യുവയോഹോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും. യുഷ്മാകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെയും. അപ്പോ ത്വം, യുവാം, യൂയം, ത്വാം, യുവാം, യുഷ്മാൻ, തവ, യുവയോഹോ, യുഷ്മാകം. നമ്മൾ മലയാളത്തിൽ തവ എന്നൊക്കെ പറഞ്ഞാൽ സ്പൂൺ എന്നാണല്ലോ കിച്ചണില്. അപ്പൊ സാൻസ്ക്രിറ്റില് തവ എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ്. ഇനി രണ്ടാമത്തെ എക്സസൈസ് നോക്കാം. നിർദ്ദേശാനുസാരം പരിവർത്തനം കുരുത. ഇവിടെ നിർദ്ദേശാനുസാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാക്കറ്റിൽ കുറെ ഇത് തന്നിട്ടുണ്ട്, ഏത് വചനത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇവിടെ കുറെ സെന്റൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ബ്രാക്കറ്റില് അത് ഏത് വചനത്തിലേക്കാണ്, ഏകവചനായിട്ടാണോ ദ്വിവചനായിട്ടാണോ ബഹുവചനായിട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട് ഓരോ സെന്റൻസും. അപ്പൊ ആദ്യത്തെ സെന്റൻസ് എക്സാമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് നോക്കാം. അഹം പഠാമി, ഞാൻ പഠിക്കുന്നു. അപ്പോ അഹമിന്റെ ബഹുവചനം എന്താ? നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. അഹം വന്ന അതിന്റെ ബഹുവചനായിട്ട് വയം എന്ന് വരും. അഹം, ആവാം, വയം. ബഹുവചൻ വയം. അപ്പൊ വയം വന്നാൽ എങ്ങനെയാ എൻഡിങ് വരുന്നത്? പഠാമി എന്നുള്ളത് പടാമഹ എന്ന് വരും. ഞാനത് ഇൻട്രൊഡക്ഷനിൽ പഠിച്ചിരുന്നു. അഹം വന്ന എൻഡിങ് മീ എന്നായിരിക്കും. അഹമിന്റെ ബഹുവചനാണ് വയം. അപ്പോ വയം വന്ന മഹ, മീ ഉള്ളത് മഹ, പടാമി എന്നുള്ളത് പടാമഹ. അടുത്തത് ത്വം പഠസി, നീ പഠിക്കുന്നു. അതിന്റെ ബഹുവചൻ, ത്വമ്മിന്റെ ബഹുവചൻ എന്താ? യൂയം. ത്വം വന്ന ബഹുവചൻ യൂയം എന്ന് വരും. അപ്പൊ പഠസി എന്നുള്ളത് ത എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യും. ഇവിടെ പഠസി എന്നുള്ളത് പടത. മൂന്നാമത്തെ യുവാം ക്രീഡതഹ. യുവാം എന്ന് പറഞ്ഞ ദ്വിവചനാണ്. നോക്ക്, യുവാം എന്ന് പറഞ്ഞ യു2. അപ്പോ തഹ എന്നാണ് അതിന്റെ എൻഡിങ്. അത് ഏകവചനത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോ യുവാമിന്റെ ഏകവചനം ത്വം എന്നാണ്. അപ്പൊ ക്രീഡതഹ ഉള്ളത് ക്രീഡസി. യുവാമിന്റെ ഏകവചൻ ത്വം. അപ്പോ തഹ എന്നുള്ളത് സി എന്നാവും. ത്വം ക്രീഡസി, ക്രീഡതഹ ഉള്ളത് ക്രീഡസി. നാലാമത്തെ ആവാം ഗച്ഛാവഹ. ആവാം എന്ന് പറഞ്ഞ വാക്ക് ദ്വിവചനാണ്. അപ്പോ അത് ബഹുവചനാക്കണം. അപ്പോ അഹം, ആവാം, വയം. ആവാമിന്റെ ബഹുവചൻ വയം, നമ്മൾ എല്ലാരും. ആവാം ഗച്ഛാവഹ എന്ന് പറഞ്ഞാൽ we two are going. അപ്പോ ഗച്ഛാവഹ അതിന്റെ ബഹുവചൻ വരുമ്പോ മഹ എന്നാവും. ഗച്ഛാവഹ ഉള്ളത് ഗച്ഛാമഹ.
വയം വന്ന മഹ. അടുത്തത് അസ്മാകം പുസ്തകാനി, നമ്മളുടെ പുസ്തകങ്ങൾ. അസ്മാകം എന്ന് വരുമ്പോ അതിന്റെ ഏകവചൻ മമ എന്നായിരിക്കും. നമ്മൾ ഈ ബോക്സിൽ പഠിച്ചിരുന്നു. അസ്മാകം വരുമ്പോ അതിന്റെ ഏകവചനായിട്ട് മമ എന്നായിരിക്കും, എന്റെ എന്നാണ്. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ, മമ എന്ന് പറഞ്ഞാൽ എന്റെ. അപ്പോ അസ്മാകം വന്ന മമ എന്നാണ് അതിന്റെ വേർഡ്. പുസ്തകാനി എന്ന് പറഞ്ഞാൽ മെനി ബുക്ക്. അപ്പൊ അതിന്റെ ഏകവചനം എന്തായിരിക്കും? പുസ്തകം, വൺ ബുക്ക്. മമ പുസ്തകം, എന്റെ പുസ്തകം. അടുത്തത് തവ ഗൃഹം. തവ ഗൃഹം എന്ന് പറഞ്ഞാൽ നിന്റെ വീട്. തവ എന്ന് പറഞ്ഞാൽ ഒരാളാണ്, നിന്റെ എന്നാണ്. ഗൃഹം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വീട്. അപ്പോ ദ്വിവചൻ വരുമ്പോ തവ എന്ന് പറഞ്ഞാൽ ദ്വിവചൻ യുവയോഹോ. അപ്പൊ തവ എന്ന് പറഞ്ഞാൽ ദ്വിവചൻ യുവയോഹോ എന്ന് വരും. ഗൃഹം എന്ന് പറഞ്ഞ വാക്കിന്റെ ദ്വിവചനം എന്താ? അത് നപുംസകലിംഗമാണ്. ഗൃഹം എന്ന് പറഞ്ഞ ഗൃഹം ഗൃഹേ എന്ന് വരും. ഗൃഹം ഗൃഹേ ഗൃഹാണി. അപ്പൊ ഗൃഹം എന്നുള്ളത് ഗൃഹേ. അപ്പൊ നമ്മള് ഈ രണ്ട് വാക്കുകളും മാറ്റണം. അഹമിന്റെ ബഹുവചൻ വയം, അതുപോലെ ത്വമ്മിന്റെ ബഹുവചനാണെങ്കിൽ യൂയം. അപ്പോ ഈ ഗ്രാമർ ബേസിക് മനസ്സിലാക്കി വെച്ചാൽ അതും പിന്നെ ഇതിൽ തന്നേക്കണ ഈ ക്ലാസിഫിക്കേഷനും മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു എക്സസൈസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത എക്സസൈസ് നോക്കാം. കോഷ്ടകാത് ഉചിതം ശബ്ദം ചിത്വ റിക്തസ്ഥാനാനി പൂരയത. കോഷ്ടകാത് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ തന്നേക്കണത് ഉചിതം ശബ്ദം, ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അത് നമ്മൾ ഈ സെന്റൻസിൽ ഫില്ലപ്പ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ ഡാഷ് പടാമി. അപ്പൊ പടാമി എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു. അതിന്റെ എൻഡിങ് എന്താണെന്ന് ശ്രദ്ധിക്കണം. മീ എന്നാണ് വന്നേക്കണേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മീ വന്ന എന്തായിരിക്കും? വയം എന്നാണോ അഹം എന്നാണോ? മീ വന്ന എപ്പോഴും അഹം ആയിരിക്കും. അഹം പടാമി, ഞാൻ പഠിക്കുന്നു. അടുത്തത് ഡാഷ് ഗച്ഛതഹ. തഹ എന്ന് വരുമ്പോ എന്തായിരിക്കും? യുവാം ഉണ്ട്, യൂയം ഉണ്ട്. അപ്പൊ തഹ എന്ന് വന്നാൽ ദ്വിവചനാണ്. യുവാം ഗച്ഛതഹ. അടുത്തത് ഏതത് ഡാഷ് പുസ്തകം. ബ്രാക്കറ്റിൽ മാം എന്നുണ്ട്, മമ എന്നുണ്ട്. അപ്പോ മാം എന്ന് പറഞ്ഞാൽ എന്റേത് എന്നായിപ്പോ. മമ എന്ന് പറഞ്ഞാൽ എന്റെ. അപ്പൊ നമ്മൾ സ്യൂട്ട് ആവുന്നത് മമയാണ്. ഇത് എന്റെ പുസ്തകം. ഇത് എന്റേത് പുസ്തകം നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ. ഇത് എന്റെ പുസ്തകം. അപ്പോ മാം എന്ന് പറഞ്ഞാൽ എന്റേത് എന്നാണ്. അപ്പോ മമയാണ് ഇവിടെ സ്യൂട്ട് ആവുന്നത്. ഏതത് മമ പുസ്തകം, ഇത് എന്റെ പുസ്തകം. അടുത്തത് ഡാഷ് ക്രീഡനകാനി. ക്രീഡനകാനി എന്ന് പറഞ്ഞാൽ മെനി ടോയ്സ്. അപ്പൊ യുഷ്മാൻ ഉണ്ട്, യുഷ്മാകം എന്നുണ്ട്. യുഷ്മാകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെയും. യുഷ്മ എന്ന് പറഞ്ഞാലും ബഹുവചനാണ്. പക്ഷെ ഇവിടെ കൂടുതലും സ്യൂട്ട് ആക്കുന്നത് യുഷ്മാകം, നിങ്ങളുടെ പാവകൾ. ക്രീഡനകാനി എന്ന് പറഞ്ഞാൽ പാവ, ടോയ്സ്. യുഷ്മാകം ക്രീഡനകാനി. അടുത്തത് ഡാഷ് ഛാത്രേ സ്വഹ. അസ്തി സ്വഹ സന്ധി നമ്മൾ പഠിച്ചിരുന്നു. അസ്തി എന്ന വാക്കിന്റെ ദ്വിവചനാണ് സ്വഹ. അപ്പോ ദ്വിവചൻ ഇവിടെ ഏതാ വരുന്നത്? വയം എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്. ആവാം എന്ന് പറഞ്ഞാൽ ദ്വിവചൻ. അപ്പോ ആവാം ഛാത്രേ സ്വഹ. ഇവിടെ ഛാത്രേന്ന് ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും. ഛാത്രേ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ സ്റ്റുഡന്റ്. ഛാത്ര, ഛാത്രേ, ഛാത്രാഹ. അപ്പോ ആവാം ഛാത്രേ സ്വഹ, സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ രണ്ടും സ്റ്റുഡൻസ് ആണ്. ലാസ്റ്റ് വൺ ഏഷ ഡാഷ് ലേഖനി. ഏഷ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. ഏഷ ഡാഷ് ലേഖനി. ബ്രാക്കറ്റിൽ തവായ് ഉണ്ട്, ത്വാം എന്നുണ്ട്. തവ എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത്, ത്വാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത് മാത്രം. അപ്പൊ സ്യൂട്ട് ആവുന്നത് ഇവിടെ തവ എന്നാണ്. ഏഷ തവ ലേഖനി, ഇത് നിന്റെ ലേഖനി, പെൻ. അപ്പൊ നമ്മൾ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഇങ്ങനത്തെ ഒരു എക്സസൈസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ബാക്കി എക്സസൈസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ധന്യവാദ്.